ബഹാവൽപൂരിലാണ് കനത്ത തിരിച്ചടി ഇന്ത്യൻ സേന നൽകിയത്. ആ ഓപ്പറേഷൻ വലിയ പ്രാധാന്യമുണ്ടല്ലോ. ഇപ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമല്ല, അത് നമുക്ക് പുതുമയുള്ള കാര്യവുമല്ല. അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയും സൈനിക പ്രകോപനത്തിന് നേരെയും നമ്മൾ എപ്പോഴും കനത്ത തിരിച്ചടി നൽകാറുണ്ട്. അല്ലെങ്കിൽ അത് കുറെ കൂടി സാധ്യമാണ്, എളുപ്പമാണ് എന്ന് വേണമെങ്കിൽ സൈനിക ഭാഷയിൽ പറയാം. പക്ഷേ ഇത് പാകിസ്ഥാനിൽ അവിടുത്തെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ ഉള്ള ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ 4 ആക്രമണം നടത്തിയത്. അതിൽ ബഹാവൽപൂർ വളരെ പ്രധാനമാണ്. മർക്കസ് സുബാൻ അള്ള എന്നത് NH5 സമീപം കറാച്ചി തൊക്കാം ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ 15 ഏക്കർ ഏരിയയിലുള്ള വലിയ ഭീകര പരിശീലന കേന്ദ്രമാണ്. അത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അത് ആക്രമിക്കുക, തകർക്കുക എന്നത് നമ്മുടെ പ്രഥമ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നുമായിരുന്നു. ഈ ഭീകര കേന്ദ്രമായി ബന്ധപ്പെട്ടുൾപ്പെടെ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ സേന പങ്കുവയ്ക്കുന്നത്? നോക്കൂ, നേരത്തെ ഈ 9 കേന്ദ്രങ്ങൾ, ഈ ഭീകര താവളങ്ങൾ ഇന്ത്യ ലക്ഷ്യമിട്ടത് എന്തൊക്കെയെന്നുള്ളതിൻ്റെ പേര് വിവരങ്ങളടക്കം പി ബസന്ത് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം, പ്രതിരോധ വൃത്തങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ 9 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടു, ആ 9 കേന്ദ്രങ്ങളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം വളരെ വ്യക്തമാക്കിയാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും സുപ്രധാനം, ഒന്നാമത്തെ ലക്ഷ്യം മർക്കസ് സുബാൻ അല്ല ബഹാവൽപൂർ, അത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഓപ്പറേഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു, ഓപ്പറേഷണൽ ആസ്ഥാനമായിരുന്നു. മാത്രമല്ല ഈ 2019 പുൽവാമ ഭീകരാക്രമണത്തിലേക്ക് അടക്കം നിരവധി ഭീകരരെ അവിടെ വെച്ച് പരിശീലിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളടക്കമാണ്. അവിടെ പരിശീലനം നടത്തിയിട്ടുണ്ട്. ഈ അന്ന് അവിടെ പുൽവാമയിൽ ഭീകരാക്രമണം നടത്താൻ വേണ്ടി പദ്ധതി ഇട്ടവരെ അടക്കം, ആ ചാവേറിനെ അടക്കം പരിശീലിപ്പിച്ചത് ഉൾപ്പെടെ ഈ പറയുന്ന കേന്ദ്രത്തിലാണ്. മർക്കസ് സുബാൻ അല്ല എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ഓപ്പറേഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന ഇടത്താണ്. അതിൻ്റെ അടക്കം കൂടുതൽ വിവരങ്ങൾ, ഈ 9 കേന്ദ്രങ്ങളും ഏതൊക്കെയാണ്, അവ എന്തുകൊണ്ട് ലക്ഷ്യമിട്ടു, അവ എന്തുകൊണ്ട് തകർത്തു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ സേനാ വൃത്തങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ മറ്റൊരു സന്ദേശം കൂടി എന്തായാലും നൽകിക്കൊണ്ടിരിക്കുകയാണ്.